ഗായ്സ്, അപ്പോൾ നമ്മുടെ ബിഹൈൻഡ് ദ സീൻ ഓഫ് ഫെയർവെൽ ഉണ്ടല്ലോ, ഞാൻ ഫെയർവെല്ലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഫെയർവെല്ലിന് നമ്മൾ എന്തൊക്കെ പരിപാടി ചെയ്യുന്നത് നോക്കില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നൊരു സ്റ്റാച്ചു പോലത്തെ അവർ തന്നെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടൊരു സംഭവം. പിന്നെ നമ്മൾ അശ്വിനി നാണ്ട കാർഡ് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഒരു പണിയും ചെയ്യാത്ത എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിസ്മയ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം സെറ്റാക്കി വെക്കുന്നത്, നമ്മുടെ കണ്ടെയ്നറെല്ലാം സെറ്റാക്കി വെക്കുന്നത് നമ്മുടെ സൂര്യ. പിന്നെ അതായത് ഇപ്പോഴും കുട്ടികളെ മാറാതെ റിസ്പ വേണ്ട മറ്റില്ല ബലൂൺ പൊട്ടിക്കുകയാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷടപടേ എന്നുള്ള പരിപാടി കേട്ടോ. ഞങ്ങൾക്ക് ഫുൾ ബിസി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള പ്രാവ് പെറ്റു ഗൈസ്. കൺഗ്രാറ്റുലേഷൻ ഇർഫാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അശ്വിനിയാണ് ഷടപടേ എന്തൊക്കെയോ പണി ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവരെ കുറേ പോളറോയിഡ്സും ഫോട്ടോസും ഒക്കെ ഉണ്ട്, അത് സെറ്റ് ചെയ്തു. പിന്നെ കുറേ എല്ലാവരുടെയും പേരൊക്കെ വെച്ചിട്ട് ഓരോ പാക്കേജായിട്ട് കെട്ടി. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ, അങ്ങനെ പാക്കേജായിട്ട് കെട്ടി. പിന്നെ അങ്ങനെ സ്നേഹ അഖിലയും ഒരു കെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതെല്ലാം നമ്മുടെ പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്യാനുള്ളതാണ്. ബലൂണുണ്ട്, തോരനുണ്ട്, അങ്ങനെ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാനർ പോലെ. ഈ ബാനറൊക്കെ നമ്മൾ തന്നെ ഹോം മെയ്ഡ് വിത്തൗട്ട് എനി ഫിനാൻഷ്യൽ അങ്ങനെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമാനി ഇങ്ങനെ ഒരു കോട്ട് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നല്ല റെഡ് റിബണാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള കുറേ പാക്കറ്റൊക്കെ നമ്മൾ ശരിയാക്കി വെച്ച് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അത് നമ്മൾ ബാനറിൻ്റെ ആയിരിക്കും മെയിൻ ഫോക്കസ്. പിന്നെ അത് നമ്മൾ 2 സെറ്റായിട്ടാണ് ഷീറ്റ് കിട്ടിയോണ്ട് നമ്മൾ നൂല് വെച്ച് കെട്ടുകയാണ്. പിന്നെ അതിന് കുറേ ലൈറ്റ് കിട്ടി. അവന്മാരെല്ലാം ഭയങ്കര പണിയിലായിരുന്നു വേസ്റ്റ്. ഇതാണ് നമ്മുടെ ചുട്ടുമണി റിസ്വാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസ്വാനെ ചെന്നൊരു റോബോട്ടായിട്ട് സങ്കല്പിച്ചിട്ട് അവന്മാർ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ ഭാഗ്യത്തിന് അവനൊരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് കാർത്തിക് ഇപ്പോൾ മീശയൊക്കെ വന്ന് കഴിച്ചു, വലിയ ചെക്കനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ അശ്ലീല വീഡിയോകൾ കാണുന്ന അനുരാഗ്. പിന്നെ അത് നമ്മുടെ നൂല് വെച്ച് നമ്മൾ തുന്നി കൊടുക്കും കേട്ടോ. പെട്ടെന്ന് 2 സൈഡ് കെട്ടുന്നുണ്ട്. തുന്നൽ കുറച്ചും കൂടെ കട്ടിയുള്ള നീളമാകുമ്പോൾ വലിയ പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ഷോയുടെ പേരെന്ന് വെച്ചാൽ ദ ഫൈനൽ ഷോ എന്നാണ്. അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും മെയിൻ പരിപാടിയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അകലിങ്ങനെ ലൈൻ LED പോലത്തെ ലൈൻ കൊണ്ടുവന്നു, പൈപ്പ് പോലെ ഇരിക്കുന്നത്. പിന്നെ അത് സെറ്റ് ചെയ്ത് വർക്കിംഗ് ആണോ നോക്കുന്നത്. പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി വന്ന കളർ മിക്സിങ്ങിനകത്ത് നമ്മൾ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി. ഓരോരുത്തരുടെ കൈയൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. പിന്നെ അങ്ങനെ ഞങ്ങൾ മാക്സിമം ഒപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തത്. അങ്ങനെ ആ ടേപ്പിനെ മണ്ടയിൽ ഇളക്കുന്ന അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അവിടെ ഒരു ഓട്ടോ ആയിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരും ആക്രാന്തത്തോടെ വന്ന് തേക്കുമായിരുന്നു. അങ്ങനെ ഒട്ടിച്ചു. ചിലവർ പോയി, പിന്നെ ചിലവർ വീണ്ടും വന്നു. ചിലവർ കളറ് മിക്സ് ചെയ്ത്, ചില കളറൊക്കെ ആ ഷീറ്റിനകത്ത് വീണു. പിന്നെ കിടന്നു മലന്നു എല്ലാം ഒട്ടിച്ച്. ഇനി ഇതാണ് കേട്ടോ, ഞാനും ഒട്ടിച്ചു ഗൈസ്, എല്ലാവരും ഒട്ടിരിക്കുന്ന വേണ്ടിയിട്ട്. പിന്നെ സ്വാതി ഇതാ പ്രൊഫഷണലായിട്ട് ചെയ്തു. പക്ഷെ കുറച്ച് സാധനം തറയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടിച്ച് അവസാനം ഞങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഫൈനൽ ലുക്കിനെക്കാട്ടി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ നമ്മുടെ ബാനർ നെയിം റിവീൽ ചെയ്തു. ഇത് ഫൈനൽ ഷോ എന്നാണ് നമ്മുടെ ഫെയർവെല്ലിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി എന്ന് വെച്ചാൽ അവർക്കൊരു സീക്രട്ട് ടാലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെറ്റപ്പ് ആയിരുന്നു ഇതൊക്കെ. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂം സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എൻ്റെ ക്ലാസ്സിലെ ബോയ്സിനെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അവന്മാർ ദുരിതവും എല്ലാ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ ചോദിച്ച് അവന്മാർ പണി ചെയ്യാണ് ഗൈസ്. പിന്നെ അത് നമ്മുടെ മണ്ടയിൽ ഓഡിറ്റോറിയമാണിത്. ഓഡിറ്റോറിയത്തിൽ ഇനി ചെയർ സെറ്റ് ചെയ്യണം, കട്ടൻ സെറ്റ് ചെയ്യണം, അങ്ങനെ പരിപാടി. പിന്നെ ചെയ്ത് നമ്മുടെ കട്ടൻ അങ്ങനെ സെറ്റായി. പിന്നെ അത് എല്ലാം നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം നമ്മുടെ സീക്രട്ട് ടാലിയിലായിരുന്നു. അതായിരുന്നു സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും മേജർ പോർഷൻസ്. പിന്നെ കുറേ ബോയ്സ് കുറേ കട്ടനൊക്കെ ഇട്ടു. നമ്മുടെ എങ്ങനെയെന്ന് വെച്ചാൽ ആണി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് കട്ടനൊക്കെ ഇടച്ച് ടഫായിരുന്നു. പിന്നെ കട്ടനിട്ടു, ലൈറ്റ് ഇട്ടു. നമ്മുടെ ചെക്കന്മാരായിരുന്നു അത് മൊത്തവും സെറ്റാക്കി. അവന്മാർ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു. പിന്നെ പോളറോയിഡ്സ് ഒക്കെ ഇങ്ങനെ ത്രെഡിനകത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ഓരോരോ നമ്മൾ ചാട്ടിനകത്ത് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മൂപ്പനാണ് ഗൈസ്. ജീവിതത്തിൻ്റെ വശങ്ങൾ. പിന്നെ അങ്ങനെ കുറേ എസ്തെറ്റിക്കായി, കുറേ ലൈറ്റിംഗ് ആയി, കുറേ ബൾബ്സായി, കുറേ പിള്ളേർ കുറേ കാര്യങ്ങൾ ചെയ്തു. എല്ലാവരും നമ്മൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ കുറച്ച് പേര് ആബ്സെൻ്റ് ആണെങ്കിലും നമ്മൾ മാക്സിമം അല്ലേ. പിന്നെ ഇത് നമ്മുടെ സിംഗപ്പണ്ണ് എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ് നമ്മുടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ലവ് വാങ്ങുന്ന, പിന്നെ അത് ഇങ്ങനെ എസ്തെറ്റിക്കായിട്ട് കിടക്കുന്ന ഫേബായല്ലേ. പിന്നെ നമ്മുടെ മാമൊക്കെ നമ്മളെ ഒന്ന് പരിഗണിക്കാൻ വന്നിട്ട്, ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് മാമാണ് കേട്ടോ. അങ്ങനെ മാം പറഞ്ഞിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ സൈഡ് ലൈറ്റ് കിട്ടുന്നത് ഇന്ന് ഇവനായിരുന്നു കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ മൊത്തം ബംഗാളി എല്ലാ പണിയും ഏറ്റെടുത്തു. പിന്നെ അവസാനം ഫൈനൽ ലുക്ക് കണ്ടല്ലോ, ഇതായിരുന്നു ഗൈസ് ഫൈനൽ ലുക്ക്. ഞാൻ സ്പീഡിൽ കാണിക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഒന്നും തോന്നില്ല, പക്ഷെ വെരി നൈസ് ആയിരുന്നു. ഞാൻ അല്ലാതൊരു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.